അപ്പൊ എമ്പതി നമ്മള് അല്ല എമ്പതി ആക്റ്റീവ് ലിസണിങ്ങും ഇത് തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലെന്ത് ചെയ്യാ, എമ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെയുള്ള ആളുകളുടെ അവരുടെ ഒരു സിറ്റുവേഷനും അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിംഗും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ് അത് സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം, അവരുടെ നീഡ്സ് ഉണ്ടാകും, അവരുടെ കൺസേൺസ്, പലവിധ കൺസേൺസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികള്, ലൈഫ് പാർട്ട്ണർ, പാരന്റ്സ് ഒക്കെ പറഞ്ഞാൽ പ്രായമുള്ള ആളുകളാകുമ്പോൾ അവർക്ക് പലവിധ കൺസേൺസ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അവരൊന്ന് കേൾക്കാനും അവരുടേതായ ആ ഒരു ഇമോഷനിൽ അതിനെ മനസ്സിലാക്കാനും പല കാര്യങ്ങളും. പിന്നെ പാരന്റ്സിൻ്റെതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് വളരെ നിസ്സാരമായിട്ടോ പിന്നെ ഉമ്മക്ക് വേറെ പണിയൊന്നുമില്ല, ഉപ്പാക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ആ ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കി, അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിലും അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി അത് നമ്മൾ കേൾക്കുകയും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വേർഡ്സ് നമ്മളെടുത്തുന്ന ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും അല്ലെ, ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും ഏത് സിറ്റുവേഷനിലാണെങ്കിലും. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ, എന്തെങ്കിലും പറയാനുണ്ടോ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണ് ഇതിനൊക്കെ. അങ്ങനെ ചോദിക്കാറുണ്ടോ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഏറ്റവും നമ്മൾ വരുന്ന ഫസ്റ്റ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഫാമിലി മെമ്പേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് ഒരു പക്ഷേ നമ്മൾ നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആദ്യം ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും പറയാനുണ്ടോ, എന്നോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ. പലതും ഉണ്ടാവും പറയാൻ ചിലപ്പോൾ ആളുകൾക്ക്. അതേപോലെ എന്തെങ്കിലും ഇനി ഹെൽപ്പ് വേണോ, ഇനി എന്തെങ്കിലും വേണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതൊന്ന് യെസ് ഓർ നോ ഇങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഏറ്റവും ക്ലോസ് റിലേഷൻ ഫാമിലി റിലേഷൻഷിൽ നിങ്ങൾ അത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യും. യെസ് ഓർ നോ, വൈ ഓർ എൻ. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ, യെസ്, മഷാല്ല, ഓക്കെ, ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഓക്കെ, മഷാല്ല മഷാല്ല മഷാല്ല, ഓക്കെ. വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പൊ ഇങ്ങനെ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുമ്പോഴും എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്മൂത്ത് ആകാൻ നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഇനി അപ്രീസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും. അപ്രീസിയേഷൻ കൊടുക്കാനൊക്കെ പലപ്പോഴും കുറച്ച് പിശുക്കാണ്, നമ്മളത് ശീലിച്ചിട്ടില്ല അത്ര. നമുക്ക് ചെയ്തു തരുന്ന നന്മകൾ ഒരുപാട് ഉണ്ടാവും, അല്ലെങ്കിൽ ആളുകളുടെ നല്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പുറത്തേക്കൊന്നും ഇപ്പൊ നോക്കണ്ടേ, ആദ്യം നമുക്ക് ഫാമിലി റിലേഷനിൽ നോക്കാം. മറ്റുള്ളവരെ നമ്മൾ നന്നായിട്ട് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ടാവും, താങ്ക്സ് പറയുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഫാമിലി റിലേഷനിലേക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന, നമുക്ക് കിട്ടുന്ന, ഈവൻ നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്നാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് അല്ലെ കുട്ടികളിൽ നിന്ന്. അതെ, നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അവര് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട്. അപ്പൊ ഇങ്ങനെയുള്ള അതേപോലെ തന്നെ അവരുടെ നല്ല ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും, അതേപോലെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നല്ലത് കാണുമ്പോൾ അവിടെ അപ്രീസിയേറ്റ് ചെയ്യാനും അവരുടെ എഫേർട്സിനെ, നല്ല ക്വാളിറ്റീസിനൊക്കെ ഒന്ന് അക്നോളജ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ വാക്കുകളിലൂടെ അതിനെ എക്സ്പ്രസ് ചെയ്യാം. നന്നായിട്ടുണ്ട്, അത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഹാപ്പിയായി, നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ലൊരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ അപ്രീസിയേറ്റ് ചെയ്യാൻ ആരായാലും നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ഒന്നും കൂടെ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഫാമിലി റിലേഷനിലാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ നെക്സ്റ്റുള്ള എല്ലാ റിലേഷനിലേക്കും ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ അപ്രീസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും അത് എസ് ഓർ നോ ചോദിക്കുന്നതിന് പകരം 1 to 10 സ്കെയിലിൽ നിങ്ങളിപ്പോ എവിടെയാണെന്നുള്ളതൊന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. 1 to 10 സ്കെയിലിൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നതിന്, അതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആൻഡ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നിടത്താണ് കേട്ടോ. ഉള്ളിലുണ്ടാവും എല്ലാവർക്കും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ടോ വിത്തിൻ അവർ ഫാമിലി മെമ്പേഴ്സ്, അതൊന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, മഷാല്ല മഷാല്ല, ഓക്കെ. അപ്പൊ പല പല റേറ്റിംഗ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനുള്ളവര് ഇനി നമുക്ക് ശീലമില്ല, നമുക്കത് കുറച്ചും നമുക്ക് മടിയായിരിക്കും പറയാൻ. അപ്പോ അതൊരു അത്ര അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട്
ചിലത് ആ ഒരു ഈഗോ നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ടാവും, അങ്ങോട്ട് വിട്ടു കൊടുക്കാനും പറയാനും. പക്ഷെ അത് നമ്മൾ പറയുന്നതിലൂടെ, എക്സ്പ്രസ് ചെയ്യുന്നത് ത്രൂ നമ്മുടെ വേർഡ്സിലൂടെ അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ അവിടെ ആ റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒന്ന് എന്താണ്, ക്ലാരിഫിക്കേഷൻ. കാര്യങ്ങളൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് കപ്പിൾസിന്റെ ഒക്കെ ഇടയിൽ. നമ്മൾ എല്ലാ റിലേഷനിലാണെങ്കിലും കാര്യങ്ങൾ കേൾക്കും, പിന്നെ അതില് നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റലായിട്ട് മൈൻഡ് റീഡിങ് വരും, നമ്മൾ അസ്യൂം ചെയ്യും, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നിട്ട് അതിനോടായിരിക്കും ഇപ്പുറത്ത് റെസ്പോണ്ട് ചെയ്യുക. ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവം, നമുക്ക് എന്താണോ, എന്റെ മാപ്പ് എന്താണോ, മാപ്പ് ഇസ് നോട്ട് ടെറിട്ടറി അല്ലെ, ഒരിക്കലും എന്റെ മനസ്സിലുള്ള മാപ്പ് ആയിരിക്കില്ല അവിടെയുള്ള റിയാലിറ്റി. അപ്പൊ റിയാലിറ്റിയോട് ആയിരിക്കില്ല നമ്മൾ പ്രതികരിക്കുന്നത്. പിന്നെ റിയാലിറ്റി തിരിച്ചറിയുമ്പോൾ അതുവരെ പ്രതികരിച്ചത്, അതുവരെ റെസ്പോണ്ട് ചെയ്തതൊക്കെ വെറുതെ ആവും ചെയ്യും, അതിന്റെ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് അവിടെ ഉണ്ടാവും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാ കാര്യത്തിലും കൊണ്ടുവരുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര, നമ്മളിപ്പം ഞാൻ അങ്ങോട്ട് അസ്യൂം ചെയ്ത അനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യലാണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കുക കാണുക ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാൻ നോർമലി എന്റെ ബിഹേവിയറിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. 1 to 10 സ്കെയിലിൽ എനിക്കൊക്കെ അത് വളരെ കുറവായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇന്റൻഷനലി കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. കാരണം എപ്പോഴും ആ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടില്ലെങ്കിൽ അത് അങ്ങോട്ട് അസ്യൂം ചെയ്തിട്ട് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യലായിരുന്നു ഉണ്ടായത്. ഓക്കെ, അപ്പൊ എത്രയാണ് 1 to 10 സ്കെയിലില് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ എപ്പോഴും ഒരു കോൺവെർസേഷൻ തന്നെ ആണെന്നില്ല, കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എഴുതുന്ന ഒരു സ്കോറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി വെക്കും ചേട്ടാ. ആ പോയിന്റ് നിങ്ങൾ എഴുതുമ്പോൾ അവിടെ ആ സ്കോറും കൂടെ നിന്ന കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, 4, 6, 4 നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. ഇതിങ്ങനെ ഓരോന്നും സ്കോർ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് എവിടെയൊക്കെ എനിക്ക് എത്ര ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത്. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല, ക്ലാരിഫൈ ചെയ്യില്ല, ഒന്ന് ക്ലിയർ ആക്കൂല, നമ്മൾ എന്ത് ചെയ്യില്ല, കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ എന്താന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യൂല. ഇതിനൊക്കെ ചിലപ്പോ നിങ്ങളുടെ ഭാഗത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും, നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് നമുക്ക് ശരിക്കുള്ള ഒരു മറുപടി കിട്ടൂല എന്നുള്ളതൊക്കെ അത് വേറൊരു വശമാണ്. അത് നമുക്ക് പറയാം. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ, നമുക്ക് ഒന്നുകൂടി സ്മൂത്തൻ ചെയ്യാൻ പറ്റും റിലേഷൻഷിപ്പും. അവിടെയൊക്കെ കോൺഫ്ലിക്റ്റിലുള്ള ചെറിയ ചെറിയ സാഹചര്യങ്ങളെയാണ് നമുക്ക് ഇതിലൂടെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് എന്നാണ് കുഞ്ഞു 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 കോൺഫ്ലിക്റ്റ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന് കോൺഫ്ലിക്റ്റ് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങൾ വന്ന് അത് കൂടിയാണ് പിന്നീട് എല്ലാതും പ്രശ്നങ്ങളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. ഒന്നത്. രണ്ടാമത്തത്, ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പം അവിടെ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആരാണെങ്കിലും, പാരന്റ്സ് ആകാം, കുട്ടികളാകാം, ലൈഫ് പാർട്ട്ണർ ആകാം, ഫ്രണ്ട്സ് ആകാം, ആരും ആവാം, നമ്മളുടെ വർക്കിൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, അവർ ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ആക്റ്റീവ് ലിസണിങ്. ഒരുപാട് പ്രാവശ്യമായിട്ട് കേൾക്കുന്നതാണ് ഇപ്പൊ ഈ ആക്റ്റീവ് ലിസണിങ് അല്ലെ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അവര് കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഒരു സൈന് കിട്ടണം. അപ്പൊ നിങ്ങൾ അവിടുന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് ചില ഡൗട്ട്സ് ചോദിക്കാണ്. അപ്പൊ ഞാനിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്, പക്ഷെ യാതൊരു റെസ്പോൺസും നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയോളം എന്റെ ഭാഗത്തില്ല. ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അസ്യൂം ചെയ്യാൻ നോക്കിയത്, നമ്മൾ പറയണത് കേൾക്കണമൊന്നുമില്ല, അതെന്തോ സ്ക്രീനിൽ വേറെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തോ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഫീൽ ചെയ്യും നമുക്ക് അല്ലെ. എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് വരും. അപ്പൊ അതിന് പകരം എന്താണ്, അവിടെ ഒരു ലോങ് ആയിട്ടുള്ള സെന്റൻസുകളിലൂടെ ആയിരിക്കും പോവുക. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അല്ലെങ്കിൽ കോമ ഇട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ടൈം തരുവോളം അത് കേൾക്കണുണ്ട് എന്ന് അവർക്ക് തോന്നണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തലാട്ടിയിട്ടും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഉണ്ടാവും. അപ്പൊ അതിലൂടെ ഞാൻ കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. പിന്നെ ഇത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും വരുന്ന കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേക ശ്രദ്ധ. മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒന്ന് ചിലപ്പോൾ ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ടാവില്ല, എന്റെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് അത് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, പകുതി പറഞ്ഞിട്ട് അവർ പോകും. അപ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കുക എന്ന് ആ ബാക്കി പറയുന്ന കണ്ടപ്പോ പിന്നീട് അവരത് നമ്മൾ ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, അവർ പോകും. അപ്പൊ ഈ ഒരു കോൺവെർസേഷനിൽ നമ്മളത് ശ്രദ്ധിക്കുക. ആക്റ്റീവ് ലിസണിങ്. പിന്നെ എന്ത് ചെയ്യണം, പാരഫ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാല്, ഇത് എനിക്ക് തോന്നുന്നത് നമുക്ക് തീരെ പൊതുവെ പരിചയമില്ലാത്തൊരു സംഭവമാണ്. അതായത് ഇപ്പൊ നമ്മളോട്
കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതാണ് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഓക്കെ നിനക്കപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇന്ന് എക്സാം ഉണ്ട്, പക്ഷെ എക്സാമിന് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അവൻ നീ ഇന്ന് എക്സാമിന് പോകണില്ല, അതാണോ പറഞ്ഞത് എന്ന് അങ്ങോട്ടേക്ക് ചോദിക്കുക. അല്ലെങ്കിൽ ഭക്ഷണം അവരെന്താണോ ഇങ്ങോട്ടേക്ക് പറഞ്ഞത് അതിനൊന്ന് സമ്മറൈസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പറയാ. അപ്പൊ എന്താണ്, അതാണോ നമ്മൾ കേട്ടത്, അവർ പറഞ്ഞത് നമ്മൾ കേട്ടത് തന്നെയാണോ, അത് ക്ലിയർ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാ. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടോ? എസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യോ. നമ്മൾ സാധാരണ ഒരു കോൺവെർസേഷൻ കേൾക്കുമ്പോൾ ഓക്കെ, നമ്മളുടെ വീട്ടിലാണെങ്കിലും പുറത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർ പറഞ്ഞതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഓക്കെ ഞാൻ ഐ ഹേർഡ് റൈറ്റ്, ഞാൻ ഇതുപോലെയാണ് ഞാൻ കേട്ടത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഒന്ന് സമ്മറൈസ്. ഇതൊന്ന് എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ആവശ്യമുള്ള ഓക്കെ സംടൈംസ് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് അങ്ങോട്ടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഓക്കെ ഞാൻ പറഞ്ഞത് ശരിക്കും കേട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓക്കെ മാഷാല്ലാ ചില സമയത്ത് യെസ് നോ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരാൾ ചിലപ്പോൾ ഒരുപാട് അവരുടെ വിഷമവും പ്രയാസങ്ങളൊക്കെ നമ്മളോട് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് നല്ല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവ നമ്മുടെ കുട്ടികളാണെങ്കിലും ഓക്കെ നിനക്കിപ്പോ ഇന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്, അത് നിനക്കും നിന്റെ ഫ്രണ്ടും തമ്മിൽ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അപ്പൊ മോള് അല്ലെങ്കിൽ മോന് പിന്നെ അതുകൊണ്ട് ഇന്ന വിഷമങ്ങൾ ഉണ്ട്, അപ്പൊ അതിന് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അവരെ പറഞ്ഞ ഭയങ്കര ഒരു സമാധാനം ഇരിക്കും. അങ്ങനെ ഓക്കെ ഞാൻ പറഞ്ഞത് ശരിക്കും കേട്ടല്ലോ, ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലായല്ലോ എന്നുള്ള ഒരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ഈ ആവശ്യമുള്ള സാഹചര്യത്തിൽ കേട്ടോ, എല്ലാ സിറ്റുവേഷനിലും നമ്മൾ അങ്ങനെ സമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും അപ്പുറത്തുള്ള ആൾക്ക് നമ്മളെ മനസ്സിലായി എന്ന് അവർക്കൊരു സമാധാനമാണ് അല്ലെ. ശരിക്കും കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പറഞ്ഞോടൊക്കെ ചോദിക്കും, ഞാൻ പറഞ്ഞത് വല്ലതും തിരിഞ്ഞോ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ, ഞാൻ എന്റെ ഭാഷയിൽ പറയണത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കും വല്ലതും മനസ്സിലായണപ്പോ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ചോദിക്കും എന്താ മനസ്സിലായി. അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ളത് ചോദിക്കുന്നത്.